മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. KSRTC ബസ്സുകൾ വാങ്ങിയതിൽ കോടികളുടെ വമ്പൻ തട്ടിപ്പ്. ഒരേ ദിവസം ഒരേ മോഡൽ ബസ്സുകൾ KSRTC വാങ്ങിയത് പല വിലയ്ക്ക്. കോടികളുടെ അഴിമതി തുറന്നു കാട്ടുന്ന പർച്ചേസ് വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. വൻ ക്രമക്കേട് ഉണ്ടായിട്ടും ഇക്കാര്യത്തിൽ യാതൊരു അന്വേഷണമോ ഓഡിറ്റോ നടന്നിട്ടില്ല. മാതൃഭൂമി ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. 2 പേന, ഒരേ കമ്പനി, ഒരേ നിറം, ഒരേ വില, 5 രൂപ. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ 5 രൂപയുടെ പേന 8 രൂപയ്ക്ക് വാങ്ങുമോ? വാങ്ങില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ കുറച്ച് KSRTC ബസ്സുകൾ വാങ്ങി വലിയ വിലയ്ക്ക്. നവംബർ 21-ന് 29,82,15 രൂപയ്ക്ക് 8 ബസ്സുകൾ വാങ്ങി. അന്ന് തന്നെ ഈ മോഡലിലെ 5 ബസ്സുകൾ 2,07,422 രൂപ വില കുറവിലും വാങ്ങിയിട്ടുണ്ട്. ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. ഉയർന്ന വിലയ്ക്ക് ബസ് വാങ്ങിയതിലൂടെ 16 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് നടന്നത്. മോഡൽ 1, ഡീലർ 1, 2 വില. കണക്കിലെ കള്ളക്കളികൾ പിന്നെയുമുണ്ട്. 2025 നവംബറിലും ഡിസംബറിലും ഇതേ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 8 ബസ്സുകൾ വില കുറച്ചു വാങ്ങി. 16 ബസ്സുകൾ 2-3 ലക്ഷം രൂപ അധികം നൽകിയാണ് വാങ്ങിയത്. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഡിസംബർ 13-ന് ഒരേ മോഡൽ ബസ്സുകൾ 27 ലക്ഷത്തിനും 30 ലക്ഷത്തിനും വാങ്ങിയിട്ടുണ്ട്. ടാറ്റയുടെ 181 ബസ്സുകളിലെ കണക്കിലാണ് പൊരുത്തക്കേടുകൾ. 2026 ഫെബ്രുവരി വരെ നടത്തിയ പർച്ചേസിൽ ഇത്തരം ക്രമക്കേടുകൾ നിരന്തരം പ്രകടമാണ്. ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റെങ്കിലും വേണം ജനങ്ങളുടെ രാഷ്ട്രീയക്കാരന്. KSRTC ബസ്സുകളുടെ പർച്ചേസിൽ വമ്പൻ അഴിമതി ഉണ്ടെന്ന പരാതികൾ മുമ്പും ഉയർന്നിട്ടുണ്ട്. പക്ഷെ അന്വേഷണമൊന്നും നടന്നിട്ടില്ല. 27,74,593 രൂപയ്ക്ക് വാങ്ങിയത് 14 വണ്ടികൾ. 27,96,718 രൂപയ്ക്ക് 30 ബസ്സുകൾ. 29,54,000, 30,83 ബസ്സുകളുമാണ് വാങ്ങിയത്. 4 കോടിക്ക് മുകളിലുണ്ട് ക്രമക്കേട്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ, ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. വെറുതെ ഒന്ന് ഓൺലൈനിൽ നോക്കിയാൽ 29 ലക്ഷം രൂപയാണ് ബസിന്റെ വില. KSRTCയെ പോലെ വമ്പൻ പർച്ചേസ് നടത്തുന്നവർക്ക് ഇളവുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, അതുറപ്പാണ്. അതിവിടെ ഉണ്ടാകാത്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.